ഞാനിന്ന് പറയാൻ പോകുന്ന സ്റ്റോറി എന്ന് പറയുന്നത് 3 ഫിഷിൻ്റെ കാര്യം വെച്ചിട്ടാണ്. നിങ്ങൾ തന്നെ ഈ സ്റ്റോറി കഴിയുമ്പോഴത്തേക്കും വിലയിരുത്തി നോക്കുക, നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിൽ വരുമെന്ന്. ഹലോ എവ്രി വൺ, വെൽക്കം ടു ഷാനൂസ് ലോഞ്ച്. ഞാൻ നിങ്ങളുടെ ഷാനുവാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റോറിയെ പറ്റിയിട്ടാണ്, ഒരു ഷോർട്ട് സ്റ്റോറി. ആ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് കേട്ട് ശീലിച്ചൊരു സ്റ്റോറിയാണെന്ന് വേണമെങ്കിൽ പറയാം. പല സിറ്റുവേഷൻസിൽ എൻ്റെ ഉമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു സ്റ്റോറിയാണ്. സോ ആ സ്റ്റോറി ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് വീഡിയോ ചെയ്തത്. അത് എന്തിനെ ബേസ് ചെയ്താന്നല്ലേ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കോൺസിക്വൻസിനെ പറ്റിയിട്ട് ആദ്യമേ ചിന്തിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ, അതോ അത് വന്നു കഴിയുമ്പോഴത്തേക്കും എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ നോക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? അങ്ങനെ ഒരു കോൺസിക്വൻസ് വന്നാൽ ആ സമയത്ത് റിയാക്ട് ചെയ്യാം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണോ നിങ്ങളത്? അതോ ഇനി ആ കോൺസിക്വൻസ് വന്നു കഴിഞ്ഞത് ഈ പിന്നെയും നമുക്ക് ഓക്കെ ഇത് വിധിയാണെങ്കിൽ ഇത് സംഭവിക്കും, അപ്പോൾ നമുക്കിതിലൊന്നും ചെയ്യാനില്ല, അങ്ങനെ വിചാരിക്കുന്നവരാണോ നിങ്ങൾ? ഞാനിന്ന് പറയാൻ പോകുന്ന സ്റ്റോറി എന്ന് പറയുന്നത് 3 ഫിഷിൻ്റെ കാര്യം വെച്ചിട്ടാണ്. നിങ്ങൾ തന്നെ ഈ സ്റ്റോറി കഴിയുമ്പോഴത്തേക്കും വിലയിരുത്തി നോക്കുക, നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിൽ വരുമെന്ന്. എന്നിട്ട് ഇൻ കേസ് ഇപ്പോൾ ഈ സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ആവാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് നോക്കാമല്ലോ. അതിനാദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റോറിയിലോട്ട് പോവാം. സോ നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. ഞാനിപ്പോൾ സ്റ്റാർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സ്റ്റോറി എന്ന് പറയുന്നത് 3 ഫിഷസിനെ റിലേറ്റ് ചെയ്തിട്ട് 3 മീനുകളുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ 3 മീനുകൾക്കും പേരിടണ്ടേ. ഈ കഥ എൻ്റെ ഉമ്മ എപ്പോഴും പറയാറുള്ളത് തമിഴ് പേരുകളെ വെച്ചിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഷിൻ്റെ 3 പേരുടെയും പേര് തമിഴ് പേരാണ്. അവർക്കിനി മലയാളം പേരിട്ട് കഴിഞ്ഞാൽ ആ കഥയ്ക്കൊരു രസം ഉണ്ടാവാത്ത കാരണം കൊണ്ടിട്ട് ഞാനും ആ ഉമ്മ പറഞ്ഞ അതേ പേരുകൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. 3 ഫിഷ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ ഫിഷിൻ്റെ പേരെന്ന് പറയുന്നത് വരും മുൻ കാപ്പും, രണ്ടാമത്തെ ഫിഷ് എന്ന് പറയുന്നത് വരുമ്പോത് കാപ്പും, മൂന്നാമത്തെ ഫിഷ് എന്ന് പറയുന്നത് വந்த പിൻ കാപ്പും. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ ഫിഷ് എന്ന് പറയുന്നത് വരും മുൻ കാപ്പും എന്ന് വെച്ചാൽ ആ പേര് പോലെ തമിഴ് പേരാണ്. വരും മുൻ കാപ്പും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം വരുന്നതിന് മുന്നേ തന്നെ മുൻകൂട്ടി എന്തെങ്കിലും ചെയ്യുന്നത്, അതിനെയാണ് വരും മുൻ കാപ്പും എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫിഷിൻ്റെ പേരെന്ന് പറഞ്ഞാൽ വരുമ്പോത് കാപ്പും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഫിഷ് കുറച്ച് ഇൻ്റലിജൻ്റ് ആണ്. ഇത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ആ സമയത്ത് റിയാക്ട് ചെയ്യുക, അങ്ങനെ വിചാരിക്കുന്നത്. ആ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉചിതമായിട്ടുള്ള ഡിസിഷൻ എടുക്കുക. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നതാണ് വந்த പിൻ കാപ്പം എന്ന് പറയുന്നത്. അത് കുറച്ച് കെയർലെസ് ആയിട്ടുള്ളൊരു ഫിഷാണ്. അതായത് അതെന്താ പറയുക, വിധിയാണെന്ന് വിചാരിക്കുക, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ടൈപ്പ് ഒരു ഫിഷ് ഉണ്ടല്ലോ, അതാണ് ഈ മൂന്നാമത്തെ ടൈപ്പ് ഫിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഫിഷും ഒരു പോണ്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇവരുടെ പോണ്ടിൻ്റെ സൈഡിലായിട്ട് കുറച്ച് മീൻപിടുത്തക്കാരുണ്ടല്ലോ അവർ നിൽക്കുന്നത് കണ്ടത്, ഫിഷർമാൻ നിൽക്കുന്നത് കണ്ടത്. ഫിഷർമാൻ എല്ലാവരും കൂടി ചേർന്ന് നിന്നിട്ട് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ മീനുകൾ കേൾക്കുകയുണ്ടായി. അതെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ ദിവസം വലയിട്ട് ഇവർ മീൻ പിടിക്കാൻ പോവാണ് എന്ന കാര്യം പ്ലാൻ ചെയ്യുന്നത് ഈ ഫിഷ് 3 കേട്ടു. ഇത് കേട്ട ഉടനെ തന്നെ എന്ത് ചെയ്തു, വരും മുൻ കാപ്പവും അപ്പം തന്നെ എന്താ പറയുക, മനസ്സിലായില്ലേക്ക് എന്തായാലും ഇവർ നാളെ മീൻ പിടിക്കാൻ പോവാണ്, അപ്പോൾ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന കാര്യം വരും മുൻ കാപ്പവും വരുമ്പോത് കാപ്പവുമിൻ്റെയും വந்த പിൻ കാപ്പവുമിൻ്റെ അടുത്ത് പോയി പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി 2 പേർക്കും ഒരു എന്താ പറയുക, അത് വരട്ടെ, ആ സമയമാകുമ്പോൾ നമുക്ക് നോക്കാം, നാളെ ചിലപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവർ വന്നില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവരിങ്ങനെ എന്താ പറയുക കുറച്ച് മാറി നിന്നു. പക്ഷേ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരും മുൻ കാപ്പവും മാത്രം അവൾക്ക് വന്നിട്ട് എന്താ പറയുക ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാതെ കൊണ്ടിട്ട് ആൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു, ആ ഔട്ട്ലെറ്റ് വഴി വേറൊരു പോണ്ടിലോട്ട് അങ്ങ് പോയി. അങ്ങനെ അത് അവിടെ നിന്നിട്ട് രക്ഷപ്പെട്ടു. അപ്പം നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ഈ ഫിഷർമെനൊന്നും ചുമ്മാ പറഞ്ഞതൊന്നും ആയിരുന്നില്ല, എല്ലാവരും ചേർന്നിട്ട് വല വീശി മീൻ പിടിക്കാനായിട്ട് വന്ന ഉടനെ തന്നെ എന്ത് ചെയ്തു, അപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി എന്തായാലും നമ്മുടെ കാര്യം ഇപ്പോൾ തീരുമാനമാവുന്ന കാര്യം മനസ്സിലായി. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഷർമെൻ വല വീശി വരുമ്പോത് കാപ്പം ആ സമയത്ത് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മീൻ വലയിൽ പെട്ടെങ്കിലും ഉടനെ തന്നെ അത് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ സമയത്ത് എന്താ ഉചിതമായിട്ടുള്ള ഡിസിഷൻ എടുക്കുമല്ലോ. അപ്പോൾ ഈ സിറ്റുവേഷൻ വന്ന ഉടനെ തന്നെ ഈ മീൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്ക് ചെയ്തിട്ട് മരിച്ചതുപോലെ കിടന്നു. അപ്പോഴത്തേക്കും അവർ വിചാരിച്ചു ഓക്കെ ഇത് മരിച്ചു എന്ന രീതിയിൽ വിചാരിച്ചു. എന്നിട്ട് അവർ തിരിഞ്ഞുമ്പോഴത്തേക്കും എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പതുക്കെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നിട്ട് എസ്കേപ്പായി, എന്നിട്ട് ഔട്ട്ലെറ്റ് വഴി വേറൊരു പോണ്ടിലോട്ട് അങ്ങനെ പോയി. അങ്ങനെ ആ സമയത്ത് ഈ രണ്ടാമത്തെ ഫിഷും രക്ഷപ്പെട്ടു. മൂന്നാമത് ആരാളുള്ളത്, വந்த പിൻ കാപ്പും. കഷ്ടപ്പെട്ട് പിടിച്ച ഒരു ഫിഷ് ഇങ്ങനെ എന്താ പറയുക കളിപ്പിച്ചിട്ട് മുങ്ങിയല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും ഈ ഫിഷർമാൻ കുറച്ചും കൂടെ വിജിലൻ്റായി. അപ്പോൾ അടുത്ത പ്രാവശ്യം പിടിക്കുമ്പോഴത്തേക്കും അത് നോക്കി വേണം നിൽക്കാൻ എന്ന രീതിയിൽ നിന്നിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ വിജിലൻ്റായിട്ട് മൂന്നാമത്തെ ഫിഷിനെ പിടിച്ചു. ആ മൂന്നാമത്തെ ഫിഷ് ആരാണ്,
വന്തപ്പിൻ കാപ്പം. ആ വന്തപ്പിൻ കാപ്പമിനെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു, അതോടുകൂടി വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. ആ ഫിഷിനെയും കൊണ്ട് ആ ഫിഷർമാൻ വീട്ടിൽ പോയി. അപ്പോൾ ഇതാ ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത്. അപ്പോൾ ഇതിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈഫിൽ ചില കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി എന്താ പറയുക, ഇതിനെന്തെങ്കിലും കോൺസിക്വൻസ് വരുമെന്നൊക്കെ തിങ്ക് ചെയ്ത് വെക്കുന്നതും, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ കറക്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന കാര്യമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ ചെയ്യുന്നത് വളരെ ബെറ്റർ ആയിരിക്കും എന്ന കാര്യമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മളതിന് കുറേ മുന്നേ തന്നെ, ആ കാര്യം ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത് കാരണം വരുന്ന കോൺസിക്വൻസിനെ പറ്റി തിങ്ക് ചെയ്ത് വെക്കാമെങ്കിൽ നമുക്ക് ആ ടൈം എത്തുമ്പോഴത്തേക്കും, ഇൻ കേസ് അങ്ങനെ ഒരു പ്രോബ്ലം വരുന്ന ഒരു സമയം എത്തുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഓവർ തിങ്കറാണ്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഞാനൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഒരു 100 വട്ടം ഞാനത് പിക്ചറൈസ് ചെയ്ത് വെക്കും. അതായത് ഞാനിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അത് കാരണം കൊണ്ടിട്ട് ഇങ്ങനെ ഉണ്ടാവുമോ, ഇങ്ങനെ ഉണ്ടായാലും ഞാനതിന് എങ്ങനെ റിയാക്ട് ചെയ്യും, അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യം വരുമ്പോഴത്തേക്കും ആ കാര്യത്തിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും, ആ പ്രോബ്ലംസിന് എല്ലാത്തിനും സൊല്യൂഷനും, അങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്ന കാര്യത്തെ പറ്റിയിട്ട് ഞാൻ നേരത്തെ തിങ്ക് ചെയ്ത് വെച്ചേക്കും. അങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ സൊല്യൂഷൻ ഇല്ലാന്നുണ്ടെങ്കിലും ആ സമയത്ത് എന്തായിരിക്കും ഞാൻ ഡീൽ ചെയ്യേണ്ടി വരിക എന്ന കാര്യത്തെ പറ്റിയിട്ട് ഒരു പിക്ചർ കാണും. അപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നത് കാരണം കൊണ്ടിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒരു സമയത്ത് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്കതൊരു ഷോക്കാവലില്ല. ഞാനത് എന്താ പറയുക, എങ്ങനെയെങ്കിലും ഞാൻ നേരത്തെ മനസ്സിൽ പിക്ചറൈസ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യം ആയതുകൊണ്ട് കുറച്ച് ഈസി ആയിരിക്കും. എന്ന് വെച്ച് ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു നല്ല കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്. ഓവർ തിങ്കിങ് അത്ര നല്ല കാര്യമൊന്നുമല്ല. നമ്മൾ വെറുതെ നമ്മുടെ മനസ്സമാധാനം കുറേ പോകുന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ ഓവർ തിങ്കിങ് അല്ല, അത്യാവശ്യം നോർമൽ രീതിയിൽ ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്കും ആ കാര്യത്തിനുള്ള കോൺസിക്വൻസിനെ പറ്റി തിങ്ക് ചെയ്ത് വെക്കാമെങ്കിൽ പരിധിവരെ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും നടന്നു വരത്തില്ല. ഒരുപാട് അൺഫോഴ്സീൻ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരലില്ലേ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങൾ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ നമ്മൾ സെൻസ് ചെയ്യാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. ഇൻ കേസ് നമുക്ക് അങ്ങനെ സെൻസ് ചെയ്യാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ആ പ്രോബ്ലത്തിന് എന്ത് സൊല്യൂഷൻ കൊണ്ടുവരാമെന്ന് വിചാരിച്ച് അധികം വെയിറ്റ് ചെയ്ത് നിൽക്കാതെ ഉടനടി തന്നെ നമുക്ക് അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അതും ഒരു വളരെ ബെറ്റർ ആയിട്ടുള്ള കാര്യമായിരിക്കും. ഇതൊന്നും അല്ലാതെ ഇതൊക്കെ വിധിയാണ്, ഇങ്ങനെയൊക്കെയാണ് നടക്കണം എന്ന് എഴുതി വെച്ചിട്ടുള്ളത്, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കാനാണെന്നുണ്ടെങ്കിൽ അത് കാരണം നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. സമയോചിതമായിട്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ഉണ്ടല്ലോ, അതാണ് കറക്റ്റായിട്ട് നമ്മുടെ ഫ്യൂച്ചറിനെ നിർണ്ണയിക്കുന്നത്. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത പോലെ നടന്നു എന്നൊന്നും വരത്തില്ല. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത ഒരുപാട് പ്രോബ്ലംസ് വരലുമുണ്ട്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അത് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്ന കാര്യത്തിലാണ് നമ്മുടെ വിജയവും പരാജയവും എല്ലാം ഉള്ളത്. അപ്പോൾ നൗ ഇറ്റ്സ് യുവർ ടേൺ ടു ഡിസൈഡ്. ഇതിൽ നിങ്ങൾ ഏത് ഫിഷായിട്ട് ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്ന കാര്യം. വരുമുൻ കാപ്പോമിനെ പോലെ നേരത്തെ പ്രോബ്ലംസ് എന്താണ്, നേരത്തെ കോൺസിക്വൻസസിനെ പറ്റി തിങ്ക് ചെയ്യുന്ന ആൾക്കാരാവാനാണോ താല്പര്യം, അതോ രണ്ടാമത് പറഞ്ഞതുപോലെ വരുമ്പോൾ കാപ്പോമിനെ പോലെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ മൊമെൻറ്റിൽ ഒരു സൊല്യൂഷൻ തേടി അതിന് കറക്റ്റായിട്ടുള്ള രീതിയിൽ പോവുക, അങ്ങനെയാണോ, അതോ നമ്മുടെ പറഞ്ഞ ഈ മൂന്നാമത്തെ വന്തപ്പിൻ കാപ്പോമിനെ പോലെ അവസാനം വരെയും ഇരുന്ന് വേറെ എന്താ പറയുക, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാതെ വിധിയാണ് എന്ന് വിചാരിച്ച് സമാധാനിക്കാനാണോ നിങ്ങളുടെ താല്പര്യം? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. സോ ഇത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.